السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا. العظيم. إن الله يحب أن يرى أثر نعمته على عبده. صدق رسول الله. البعوض جناحها في ظلمة الليل البهيم الأليل ويرى عروق نياطها في نحرها والمخ في تلك العظام النحل. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. പ്രിയപ്പെട്ടവരെ, ഏതാനും ആഴ്ചകളിലൂടെ നാം പറഞ്ഞു വന്ന സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കങ്ങൾ, നിയമാവലികൾ ഉൾക്കൊള്ളുന്ന വിഷയത്തിൻ്റെ ഭാഗമായി ധൂർത്തിനെക്കുറിച്ചായിരുന്നു നാം സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാ, ഇന്ന് ആ വിഷയത്തിൻ്റെ ഒരു ഉപസംഹാരം നടത്തുകയാണ്. റമദാനിന് മുമ്പുള്ള അടുത്തയാഴ്ച റമദാൻ ചിന്തകളുമായി ബന്ധപ്പെട്ട വിഷയം തുടർന്ന് നമുക്ക് സംസാരിക്കാനുള്ളതുകൊണ്ട് ഇന്ന് ഈ വിഷയത്തിൻ്റെ ബാക്കി ഭാഗം പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മെ പരീക്ഷിക്കാനായി നമുക്ക് തന്ന പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത്. ഇക്കാര്യം പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. സമ്പത്ത് പരീക്ഷണമാണ്. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നിരുപാധികം സമ്പത്ത് മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. സമ്പത്തിനെ ആക്ഷേപിക്കുന്ന ആളുകൾ, ദുന്യാവ്, പണം, എന്താ അത്? നിരുപാധികം സമ്പത്തിനെ ആക്ഷേപിക്കാവതല്ല. എന്നാൽ നിരുപാധികം സമ്പത്ത് ഒരു അനുഗ്രഹമാണെന്ന് പറയാനും വയ്യ. അത് മനുഷ്യരുടെ ചിന്താഗതികൾക്കനുസരിച്ച്, സമീപനത്തിനനുസരിച്ച്, വീക്ഷണത്തിനനുസരിച്ച്, കൈകാര്യം ചെയ്യലിനനുസരിച്ച് മോശവും അനുഗ്രഹവുമായി മാറും. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അഥവാ അള്ളാഹു തന്നേൽപ്പിച്ച ധനം അനിവാര്യമായ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താതെ, ചിലവ് ചെയ്യാതെ കെട്ടിപ്പൂട്ടി വെച്ച് പിശുക്കിയാൽ, അള്ളാഹു ഏൽപ്പിച്ച പണം അനർഹമായ വിധത്തിൽ അനവസരങ്ങളിൽ വാരിവിതറി ദൂർത്തടിച്ചാൽ ആ സമ്പത്ത് മോശമാകും, നാശമാകും, ശിക്ഷയുമായി ഭവിക്കും. നേരെ മറിച്ച് അള്ളാഹു തന്ന ധനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൈകാര്യം ചെയ്താൽ നമുക്കുള്ള സമ്പത്ത് അനുഗ്രഹവും സന്തോഷവുമായി മാറും. ഏത് സ്വത്തായാലും അങ്ങനെയാണ്. ഒറ്റടിക്ക് നമുക്കത് നല്ലത് എന്ന് മോശം എന്ന് പറയാൻ പറ്റൂല. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ ഇതെല്ലാവരുടെ അടുത്തുമുണ്ട്. 90 വയസ്സായ ഉമ്മാമാന്റെ കയ്യിലുണ്ട്, വിദ്യാർത്ഥികളെ കയ്യിലുണ്ട്, നമ്മളെ കയ്യിലുണ്ട്. അത് വലിയൊരു ഭൗതിക വസ്തുവാണ്. എന്താ അതുകൊണ്ട് നടക്കാത്തത്? എന്തും അറിവിന്റെ കാര്യം മാത്രമല്ല, ഉപകരണങ്ങളും. പണ്ടൊക്കെ റേഡിയോ വേണം, ടൈപ്പ് റെക്കോർഡ് വേണം, TV വേണം, എന്തൊക്കെ ഒന്നും വേണ്ടല്ലോ. മിറർ പോലും, നമ്മുടെ മുഖം മിനുക്കാൻ ഒരു കണ്ണാടി, അതും ആക്ക മൊബൈല്. ഇത് നല്ലതാ മോശമാണോ?
മോശാന്ന് എങ്ങനെ അതിനെക്കുറിച്ച് പറയാ? കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ, പണ്ടൊക്കെ ലാൻഡ് ഫോൺ ആണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാ വിളിച്ചു കിട്ടാൻ. സൗഹൃദങ്ങൾ പുതുക്കാൻ, ബന്ധങ്ങൾ സ്ഥാപിക്കാൻ, ഉള്ള ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ, അല്ലേ? സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ, അറിവുകൾ ആർജിക്കാൻ. ഏതറിവ് ആർജിക്കാനും ആ സാധനം കൊണ്ട് സാധ്യമാവും. എൻ്റെ ഓഫീസിൽ ജമാഅത്ത് കമ്മിറ്റി വാങ്ങിയതും അല്ലാത്തതും ആളുകൾ വഖഫ് ചെയ്തതും അല്ലാത്തതും ആ എത്ര കിതാബുണ്ടെന്നറിയോ? പൊടി പിടിച്ച് കിടക്കുകയാണ്. ഞാൻ തൊട്ടു നോക്കാറില്ല. കാരണം അത് ആ അലമാരിയിൽ നിന്ന് പൊടി തട്ടി എടുത്തതിൻ്റെ ഇൻഡെക്സ് നോക്കിയൊരു വിഷയം പരതണമെങ്കിൽ സമയത്ര വേണം. പക്ഷേ ഈ കയ്യിലുള്ള മൊബൈലിൽ 4 തോണ്ടിയാൽ ആയത്ത് വേണോ, ഹദീസ് വേണോ, തഫ്സീർ വേണോ, ഇമാമുകളുടെ ഉദ്ധരണികൾ വേണോ, ചരിത്രം വേണോ, ഗ്രാമർ വേണോ, സാഹിത്യം വേണോ, എന്ത് വേണോ നെടിയിടയിൽ കിട്ടുകയാണ്. മാത്രമല്ല മുസാഫ് പോലും ഇപ്പൊ ആൾക്കാർ കയ്യിൽ കൊണ്ടെടുക്കുന്നുണ്ടോ? ഖത്തം തീർക്കാൻ മൊബൈല് മതി, മുസാഫിന്റെ ആവശ്യമില്ല ഖുർആൻ ഓതാൻ. അപ്പൊ അത് മോശാന്ന് പറയാൻ പറ്റുമോ? എന്നാൽ എല്ലാ നിലക്കും അത് നല്ലതാണ്, അനുഗ്രഹം അങ്ങനെ പറയാൻ പറ്റുമോ? സകല അനാവശ്യങ്ങളും അശ്ലീലങ്ങളും കാണാനും അനുഭവിക്കാനും ആ സാധനം പറ്റും. എത്ര കുടുംബങ്ങൾ കുളം തോണ്ടി ആ ഒരു ഉപകരണം കൊണ്ട് കെട്ടിയോള് പോയി, 3 പിള്ളേരിട്ടിട്ട് പോയി. അപ്പൊ അത് നമ്മുടെ സമീപനത്തിനും ഉപയോഗത്തിനും അനുസരിച്ചാണ്. ഇതാണ് സമ്പത്തിന്റെ പൊതുവായ അവസ്ഥ. നിരുപാധികം നമുക്ക് രണ്ടും പറഞ്ഞുകൂടാ. നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ കാണുന്നു, അതിനനുസരിച്ച് നമുക്ക് അനുഗ്രഹവും സന്തോഷമാക്കി മാറ്റാൻ പറ്റും. അതൊരു ശിക്ഷയും ദുരന്തവുമാക്കി മാറ്റാനും പറ്റും. ഇതാണ് ധനത്തിന്റെ അവസ്ഥ. അള്ളാഹു തന്ന ധനം എന്തിനാ തന്നത്? നമുക്ക് ഉപയോഗിക്കാനാ. നമ്മുടെ ഉപയോഗത്തിനാണ് ധനം തന്നത്. ഒരാൾക്ക് അള്ളാഹു നല്ല സാമ്പത്തിക ശേഷി തന്നാൽ അതിനനുസരിച്ച് ജീവിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടാ. നല്ല സാമ്പത്തിക ശേഷി തന്നു, അതിനനുസരിച്ചൊരു വീട്, അതിനനുസരിച്ചൊരു വാഹനം, അതിനനുസരിച്ച വസ്ത്രങ്ങൾ, അതിനനുസരിച്ച ജീവിത രീതികൾ ഉണ്ടാകുന്നത് അള്ളാഹുവിന് ഇഷ്ടാണ്. ധനികനായ സമ്പന്നനായ ഒരു സ്വഹാബി വര്യൻ മോശം വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരുടെ ചാരത്ത് വന്നു. സാമ്പത്തിക ശേഷിയുള്ള സ്വഹാബി കൊള്ളരുതാത്ത വസ്ത്രം ഇട്ടിട്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് ചോദിച്ചു. ഇമാം അഹ്മദ് റഹിമഹുല്ലയും നസായിയുമെല്ലാം രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണിത്. അലകമാലുൻ, മോശം കുപ്പായിട്ട് വന്ന സ്വഹാബിയോട് ചോദിച്ചു, അലകമാലുൻ, നിങ്ങൾക്ക് സ്വത്തുണ്ടോ, പണം ഉണ്ടോ കയ്യില്? ആ സ്വഹാബി പറഞ്ഞു, സ്വത്തുണ്ടോന്നോ? എല്ലാ സമ്പത്തും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. റസൂല് വീണ്ടും ചോദിച്ചു, മിൻ അയ്യിൽ മാലി, എന്തൊക്കെ സമ്പത്താ നിങ്ങൾക്കുള്ളത്? അള്ളാഹു എന്തൊക്കെ ധനമാണ് താങ്കൾക്ക് തന്നത്? ഫഖാല, സ്വഹാബി പറഞ്ഞു, മോശം വസ്ത്രമണിഞ്ഞ സ്വഹാബി പറഞ്ഞു, മിനൽ ഇബ്ലി വൽ ഗനമി വൽ ഖൈലി വറഖീഖ്. അന്നത്തെ സമ്പത്ത് അതാണ്. ഒട്ടകക്കൂട്ടങ്ങളുണ്ട്, ആട്ടിൻ പറ്റങ്ങളുണ്ട്, മേത്തരം കുതിരകളുണ്ട്, അടിമകളുണ്ട്. ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട് റസൂലേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇത് കേട്ട മുത്തുനബി ആ സ്വഹാബിയോട് പറഞ്ഞു, എങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, എങ്കിൽ അള്ളാഹു ഒരു അടിമക്ക് സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും കൊടുത്താൽ അതിന്റെ പ്രകടനം, അതിന്റെ അടയാളം ആ കൊടുക്കപ്പെട്ട അടിമയിൽ കാണുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടാണ്. ഇഷ്ടം പോലെ സ്വത്ത് കൊടുത്തു, ആ കൊടുത്തതിന്റെ അടയാളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമായി കാണുന്നത് അള്ളാഹുവിന് ഇഷ്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കണ്ട സ്വത്തൊക്കെ ഉണ്ടായിട്ട് ഈ കോലത്തിലാണോ നിങ്ങൾ വരുന്നത്? ആ തന്ന സ്വത്തിന്റെ അടയാളം, പ്രകടനം താങ്കളിൽ പ്രകടിച്ചു കാണുന്നത്, എന്ന് വെച്ചാൽ നല്ലതിട്ട് വരുന്നത് കാണാൻ അല്ലാഹു താല്പര്യപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദ് റഹിമഹുല്ല മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് ഇങ്ങനെയാണ്.
അള്ളാന്റെ റസൂല് പറയുന്നു, കുലൂ വശ്റബൂ വതസദ്ദഖൂ വൽബസൂ, നിങ്ങൾ തിന്നോളിയടാ, ആഹരിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, നിങ്ങൾ ഉടുത്തോളൂ, അണിഞ്ഞോളൂ, നിങ്ങൾ ദാനം ചെയ്തോളൂ. ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീല, പരിധി വിടരുത്, അനാവശ്യമായി പോകരുത്. മാന്യമായ നിലക്ക് തിന്നണം, കുടിക്കണം, ഉടുക്കണം, അതുപോലെ വീട് വേണം, വാഹനം വേണം. ഫീ ഗൈരി ഇസ്റാഫിൻ, പരിധി വിടരുത് എന്ന് മാത്രം. വലാ മഖീല, പൊങ്ങച്ച പ്രകടനവും പാടില്ല. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വന്നു, കൂടിയ വണ്ടിയിൽ നല്ല മൊഞ്ചുള്ള ഡ്രസ് ഇട്ട് വന്നു. അങ്ങനെ വരുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടാണ്. പക്ഷേ അവിടെ മഖീല, ഒരിക്കലും പൊങ്ങച്ചം പാടില്ല. വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ വസ്ത്രത്തിക്കും വണ്ടിക്കൊരു നോട്ടം നോക്കിയിട്ട്, കണ്ടോളൂ മണ്ടന്മാരെ, ഈ ഉള്ളവന്റെ വസ്ത്രവും വാഹനവും കണ്ടോളൂ എന്നുള്ള ചിന്താഗതി, അത് പൊങ്ങച്ചാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ ഇഷ്ടം? അൽഹംദുലില്ലാ, അള്ളാഹ് ചെയ്തു തന്ന നിഅമത്ത്. ഈ ഒരു ചിന്താഗതിയിൽ അത് നല്ലതാണ്. ഒരു സ്വഹാബി വന്ന് റസൂലിനോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ തിരുദൂതരെ, എന്റെ വസ്ത്രം വൃത്തിയുള്ളതാകുന്നതും ഭംഗിയുള്ളതാകുന്നതും എനിക്കിഷ്ടമാണ്. എന്റെ ഡ്രസ്സ് വൃത്തിയും ഭംഗിയുള്ളത് പുതിയതുമാകുന്നത് എനിക്കിഷ്ടാണ്. റസൂലേ, എന്റെ മുടിയിൽ എണ്ണയിട്ട് ഓയിലിട്ട് ചീകി ഒതുക്കി മൊഞ്ചാകുന്നത് എനിക്കിഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ ചെരിപ്പും ഉപകരണങ്ങളും പുതിയതും മുന്തിയതുമാകുന്നത് എനിക്കിഷ്ടമാണ്. ഇത് പൊങ്ങച്ചമാകുമോ അഹങ്കാരമാകുമോ നബിയേ? എന്താ പറഞ്ഞത്? എന്റെ എല്ലാം പുതിയതും മുന്തിയതും ആകുന്നത് എനിക്കിഷ്ടാണ്. അത് കിബിറാകുമോ, ഉജ്ബാകുമോ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാതെയായി മാറുമോ? മുത്ത് റസൂൽ എന്താ പറഞ്ഞതില്ല, ഒരിക്കലും അത് അഹങ്കാരമല്ല സഹോദരാ. ദാലിക്കൽ ജമാൽ, അത് സൗന്ദര്യമാണ്, അത് മനോഹാരിതയാണ്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, തീർച്ചയായിട്ടും അല്ലാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനുമാണ്. അതൊരു കുഴപ്പമില്ല, അത് മനോഹരമാണ്, സൗന്ദര്യമാണ്, അല്ലാഹ് സുന്ദരനാണ്. അതെങ്ങനെ കിബ്റാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അണിഞ്ഞ വസ്ത്രവും ഉപയോഗിച്ച വാഹനമൊക്കെ അത് കാണാം ഹദീസില്. അവിടുത്തെ സുഹുദ്, താഴ്ന്ന ജീവിതം, വിനയത്തിന്റെ ജീവിതം, അത് മാത്രമല്ല റസൂലുള്ളാഹിക്ക്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഈത്തപ്പന ഓലയിൽ കടന്നിട്ട് ആ തിരു ശരീരത്തിൽ പാടുകൾ വീണ വഴല് മാത്രം കേട്ടാ പോരാ, ഉന്നത ജീവിതവും മുത്ത് റസൂൽ നയിച്ചിട്ടുണ്ട്. അവിടുന്ന് ശാരിയാൻ മതം പഠിപ്പിക്കാൻ വന്ന ആളാ. ഉള്ളവരെങ്ങനെ ജീവിക്കണമെന്ന് അവിടുന്ന് തന്നെ കാണിച്ചു തരണം. നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. അവിടത്തേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടം തൂവെള്ള വസ്ത്രങ്ങളാണ്. എന്നാൽ എപ്പോഴും വെള്ള വസ്ത്രം മാത്രമല്ല, കറുപ്പടക്കമുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള മനോഹരമായ വസ്ത്രങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അണിഞ്ഞു. അത്തർ പൂശി മൊഞ്ചായി സ്വഹാബാക്കളെ അതിന് പ്രേരിപ്പിച്ചു. ബ്ലാക്ക് വസ്ത്രം, ബ്ലാക്ക് തലപ്പാവൊക്കെ അണിഞ്ഞ് പ്രസംഗിച്ചു. വെള്ള ഉത്തമം, വെള്ള മാത്രമേ പറ്റുള്ളൂ, അങ്ങനല്ല, ഇഷ്ടമുള്ള കളറൊക്കെ ഇടാം. അവിടുന്ന് ഉപയോഗിച്ച വാഹനങ്ങൾ മുഖൗഖിസ് രാജാവ് ഗിഫ്റ്റായി കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വാഹനമാണ്. അന്ന് മോട്ടോർ വാഹനങ്ങളില്ല, മൃഗവാഹനങ്ങളാണല്ലോ. രാജാവ് കൊടുത്ത ഗിഫ്റ്റാണ് ദുൽദുൽ കുതിര. അത് തനിച്ച കുതിരയല്ല, ശങ്കര ഇനത്തിൽപ്പെട്ട ബഗ്ലത്ത്, ദുൽദുൽ എന്ന കുതിര. റസൂലുള്ള ഒരുപാട് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, അവിടത്തെ കാലശേഷം അലിയാര് തങ്ങളാണ് അത് ഉപയോഗിച്ചത്. മേത്തരം ഒട്ടകങ്ങള്, കസുവാ ഒട്ടകം, ഹിജറക്ക് പോകാൻ ഉപയോഗിച്ച ഒട്ടകം, ജദ്ആ ഒട്ടകം, അളുബാ ഒട്ടകം, ഇങ്ങനെ ധാരാളം കുതിരകളും വാഹനങ്ങളും. ഒരു വണ്ടി മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപയോഗിച്ച്. അവ രണ്ട് വണ്ടി പോർച്ചിലുണ്ടെങ്കിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഹദീസിൽ കാണാൻ പറ്റും. എന്തിനധികം, ലോകം മടക്കി ഭരിച്ച, ആകാശമണ്ഡലങ്ങളിൽ പാറിപ്പറന്ന് നടന്ന,
അതിസമ്പന്നരായ പ്രവാചകരാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ആകാശത്ത് പറന്നു നടന്ന നബി, ജിന്നിനെയും ഇൻസിനെയും മറ്റു ജന്തുക്കളെയും അടക്കി ഭരിച്ച ലോക ചക്രവർത്തിയായ നബി. പക്ഷേ ഈ രാജാധിപത്യത്തിന്റെ അത്യുന്നത സോപാനങ്ങളിൽ വിരാജിക്കുമ്പോഴും മാ നസിയ റബ്ബഹു തർഫതഈൻ. ഇതാണ് പോയിന്റ്. ഈ വലിയ രാജാധികാരം നയിക്കുമ്പോ, അധികാരത്തിന്റെ ചെങ്കോലേന്തുമ്പോഴും മാ നസിയ റബ്ബഹു തർഫതഈൻ, ഒരു സെക്കൻഡ് പോലും റബ്ബിനെ മറന്നില്ല. ഇങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്നാ അല്ലാഹ് പറയുന്നത്. പടച്ചോനെ മറന്നിട്ട് ഞാൻ ഉജ്ബ്, അത് പ്രശ്നമാവും. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സെക്കൻഡ് പോലും, ഇത്ര വലിയ നല്ല ആഡംബര ജീവിതം നയിച്ചിട്ട് ഒരു സെക്കൻഡ് പോലും അള്ളാഹനെ മറന്നില്ല. മനുഷ്യ സഹജമായി ചിന്ത ഒന്ന് മാറുമ്പോഴേക്ക് അള്ളാഹു സിഗ്നൽ കൊടുത്തിട്ട് തിരുത്തും. നബിമാരാണല്ലോ അവര്. ചരിത്രത്തിൽ കാണാം, ഇന്ന റീഹ കാനത്ത് തസീറു ബി സുലൈമാൻ അലൈഹിസ്സലാം, കാറ്റിലൂടെ സഞ്ചരിച്ചിരുന്നു എന്നാണല്ലോ. വലി സുലൈമാന റീഹ ഗുദൂഹാ ശഹ്റു വറവാഹുഹാ ശഹ്ർ. സൂറത്ത് സബഇൽ അല്ലാഹ് പറയുന്നു, ഒരു ദിവസം കാറ്റിലൂടെ 2 മാസത്തെ ദൂരം സഞ്ചരിക്കുന്നു. 2 മാസം വാഹനപ്പുറത്ത് കയറി ഓടുന്ന സമയം ഒറ്റ ദിവസം രാവിലെയും വൈകുന്നേരം ഈ കാറ്റിലൂടെ സഞ്ചരിക്കും. പ്ലെയിൻ അല്ലത്, ഇത് മുഅ്ജിസത്താണ്. ഇങ്ങനെ ഒരിക്കൽ കാറ്റിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ ഒരു പുത്തൻ ഉടുപ്പിട്ടാണ് സുലൈമാൻ നബി, രാജാവല്ലേ, ഒരു കൂടിയ വസ്ത്രട്ടിട്ടാ പോകുന്നേ. അതിങ്ങനെ നോക്കിയപ്പോ ഞാൻ ഉഷാറായിട്ടുണ്ട് എന്ന് തോന്നി. എന്തേ തോന്നിയിട്ടുള്ളൂ? ഞാൻ ഉഷാറായിട്ടുണ്ട്. ഇത് പോലെ തെറ്റാ? ഞാൻ ഉഷാറായി, എന്റെ വസ്ത്രം ഉഷാറായി എന്ന് തോന്നല് തെറ്റാണോ? നമുക്കൊന്നും തെറ്റാവൂല, പക്ഷേ ഒരു നബിക്കത് തെറ്റാണ്. എന്റെ റബ്ബെന്നെ ഉഷാറാക്കി, അങ്ങനെ തന്നെ ചിന്തിക്കണം. എന്റെ റബ്ബെനിക്ക് തന്നു, റബ്ബിനെ മാറ്റിയിട്ട് ഞാനൊന്നാണ് ഉഷാറായി. കാറ്റ് പാതി വഴിയിൽ അങ്ങോട്ട് ലാൻഡ് ചെയ്തു, അവിടെ ഇറക്കി വെച്ചു. ലക്ഷ്യത്തിൽ കൊണ്ടുപോയില്ല, പറഞ്ഞു കൊടുത്തേക്കാ കൊണ്ടോണ്ടേ. പാതി വഴിയിൽ കാറ്റങ്ങോട്ട് ലാൻഡ് ചെയ്തു, അവിടെ ഇറക്കിട്ടു. സുലൈമാൻ നബി ചോദിച്ചു, ലിമ ഫഅൽതി ഹാദാ വലം ആമുറുകി, ഞാൻ പറയാതെ എന്താ എന്നെ ഇവിടെ ഇറക്കിയിട്ടത്? നിന്നെ എനിക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നതാ, ഞാൻ പറയുന്ന ഇടത്തെത്തും മുമ്പ് എന്നെ ഇറക്കി വെച്ചത് എന്താ? കാറ്റിനോട് ചോദിച്ചു. ഫഖാലത്ത്, കാറ്റിന്റെ മറുപടി, ഇന്നമാ നുതിഉക ഇദാ അതഅതല്ലാഹ്, പടച്ചോനെ മറന്നാലേ ഞാൻ അനുസരിക്കൂല. എന്തിപ്പാ വസ്ത്രത്തേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് എന്താ ചിന്തിച്ചത്? അത് നിങ്ങൾക്ക് പറ്റൂല. നോക്ക്, ഈ നിലക്ക് അവര് ജീവിച്ചു. രാജകൊട്ടാരത്തിൽ ഉമ്മണ്ട്, സുലൈമാൻ നബിയുടെ ഉമ്മ. ആ ഉമ്മ ഒരു പ്രവാചകന്റെ ഉമ്മ മാത്രല്ല, മറ്റൊരു പ്രവാചകന്റെ ഭാര്യ കൂടിയാണ്. ഏത് പ്രവാചകന്റെ ഭാര്യ? നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാമിന്റെ കെട്ടിയോള സുലൈമാൻ നബിയുടെ ഉമ്മ. മരണാസന്നയായി കൊട്ടാരത്തിലെ കട്ടിലിൽ കിടക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ലോക ചക്രവർത്തിയായ നബിയായ തന്റെ പുന്നാര മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഉപദേശം സുനന് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എന്താ ഉമ്മ വിളിച്ചത്? എന്താ പറഞ്ഞത്? മോനെ, കാര്യം നീ നബിയാണ്, വഹയി കിട്ടുന്ന നബിയാണ്. ഉമ്മാക്ക് വഹയി കിട്ടൂല, ഉമ്മ നബിയല്ല. മോനെ, നീ ലോക ചക്രവർത്തിയാണ്, അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ നിന്റെ പെറ്റ തള്ളയല്ലേ. മരണത്തിന് മുമ്പ് മോനൊരു വസിയ്യത്ത് ഉമ്മാക്ക് തരാനുണ്ട്. സുലൈമാൻ നബി പറഞ്ഞു, ഞാൻ നബിയായിട്ടെന്താ, ഞാൻ ലോക ചക്രവർത്തി, അങ്ങെന്റെ അവിടുന്ന് എന്റെ ഉമ്മല്ലേ, പറയൂ വസിയ്യത്ത്. എന്താ ഉമ്മ സുലൈമാൻ നബി കൊടുത്ത വസിയ്യത്ത്? മോനെ, ലാ തുക്സിരിൻ നൗമാ മൻ കസുറ നൗമുഹു യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ. മോനെ, അല്ലാഹ് തന്ന ആയുസ് കൂടുതൽ ഉറങ്ങി തീർക്കരുതേ. ആവശ്യത്തിന് നിന്റെ ആരോഗ്യത്തിനും ശരീരത്തിനും വേണ്ട ഉറക്ക് ആയിക്കോട്ടെ,
അതിനപ്പുറം കൂടുതൽ ഉറക്കം വേണ്ട മോനെ. കൂടുതൽ ഉറങ്ങിയവർ യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ദരിദ്രരായി കടന്നു വരുന്നവർ ആയുസ് ഉറങ്ങി തീർത്തവരായിരിക്കും. അതുകൊണ്ട് റബ്ബ് തന്ന ആയുസ് പരമാവധി ആക്റ്റീവാക്കി നിർത്താൻ ശ്രമിക്കണം. ഔസാനി ബിഹി അബൂക അബു ദാവൂദ്, ഔസാനി ബിഹി അബൂക ദാവൂദ് അലൈഹിസ്സലാം, നിന്റെ ഉപ്പ ദാവൂദ് എന്നവർ എനിക്ക് തന്ന വസിയത്ത്, അതാണ് മോനും എനിക്ക് തരാനുള്ളത്. അപ്പൊ അവരൊക്കെ ജീവിച്ച ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ആ ജീവിതത്തിലൊക്കെ റബ്ബ് എന്ന കൺസെപ്റ്റിൽ നിന്ന് അണ്ണുകിട തെറ്റിയിട്ടില്ല. ലോകം കണ്ട ഇസ്ലാമിക ചരിത്രത്തിലെ കോടീശ്വരന്മാർ 5 ഇന്ന് പിന്നെ പിറകെ കുറെ കോടീശ്വരന്മാർ വന്നിട്ടുണ്ടാവും. ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തി വെച്ച 5 കോടീശ്വരന്മാർ, അതിൽ ആദ്യത്തെ 3 പേരും മുഅ്മിനീങ്ങളാ, 2 പേരാ കാഫിറുകള്. ഒരു പ്രവാചകനും 2 ഔലിയാക്കളാ മുഅ്മിനീങ്ങള്. സാധാരണ മുഅ്മിനീങ്ങളൊന്നുമല്ല കോടീശ്വരന്മാര്. ഒരു നബിയും 2 ഔലിയാക്കളും. ആരാ നബി? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഔലിയാക്കൾ ആരാ? ഇന്ന് നമ്മൾ ഓതിയില്ലേ സൂറത്തുൽ കഹ്ഫ്, അതിൽ ആ മുതലാളി, വലിയായ മുതലാളിയുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. വയസ്അലൂനക അൻ ദുൽഖർനൈൻ അലൈഹിസ്സലാമിന്റെ ചരിത്രം അങ്ങയോടവർ ചോദിക്കും. ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ, ദുൽഖർനൈനിയെ കുറിച്ചുള്ള വാർത്ത ഞാൻ ഓതിത്തരാം, പറഞ്ഞു തരാം. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ, ഭൂമിയിൽ അധികാരം കൊടുത്തു ആ മനുഷ്യന് നാം. പിന്നെയോ സർവ സാധന സാമഗ്രികളും സകല വിഭവങ്ങളും ഞാൻ അടുപ്പിച്ചു കൊടുത്തു, ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. മറ്റൊരു മുതലാളിയാണ്, വലിയാണ് ഇനി വരാനിരിക്കുന്ന ഇമാം മഹ്ദി അലൈഹിസ്സലാം. സ്വർണത്തിന്റെ കട്ടികൾ വാരി വിതറി ദാനധർമ്മം ചെയ്യുന്ന സംഭവം ഹദീസിൽ കാണാം. ഒരു നബിയും 2 ഔലിയാക്കളും, ലോകം കണ്ട വലിയ മുതലാളിമാര്. പിന്നുള്ളത് കാറൂൻ മുതലാളി, കാഫിറുകൾ 1. 2 ബുഖ്ത് നസർ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദസ് പൊളിച്ച ദുഷ്ടൻ മുതലാളിയാണ് അയാള്. പൗരാണിക പഴയ കാലത്ത ബെഞ്ചമിൻ നെതന്യാഹു ആയിരുന്നു ബുഖ്ത് നസർ. ഇങ്ങനെ നബിമാരിലുണ്ട്, ഔലിയാക്കളിലുണ്ട്. രാജപദവി അലങ്കരിക്കുകയും അനുഗ്രഹീത ജീവിതം നയിക്കുകയും ചെയ്ത പ്രവാചകരാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. 10 ഇക്കമാര് ഈ കുഞ്ഞനുജനോട് അസൂയ മൂത്തിട്ട് കൊല്ലാൻ വേണ്ടി കൂടിയാലോചന നടത്തി. അക്കൂട്ടത്തിൽ മൂത്ത ഇക്ക യഹൂദ പറഞ്ഞു, കൊച്ചനുജൻ യൂസുഫിനെ കൊല്ലണ്ട, നമുക്ക് കിണറിൽ തള്ളിയിടാം. അങ്ങനെ വല്ല കൻആനിലെ കിണറ്റിൽ തള്ളിയിട്ടത്. അള്ളാഹു അവിടുന്ന് രക്ഷപ്പെടുത്തി മിസ്റിന്റെ അധിപനാക്കി വാഴിച്ചു. 40 കൊല്ലം കഴിഞ്ഞു. 40 കൊല്ലം കിണറ്റിൽ തള്ളിയിട്ടിട്ട് 40 കൊല്ലം കഴിഞ്ഞപ്പോ കൻആനിൽ ദാരിദ്ര്യം വന്നു, പട്ടിണി വന്നു. അന്ന് ഈജിപ്തിന്റെ ഗോഡൌണിൽ മാത്രമാണ് ഭക്ഷണമുള്ളത്. ഇവിടുന്ന് പോവാണ് 10 ആള് റേഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കൊട്ടാരത്തിൽ കയറി ചെന്നവർ കണ്ട കാഴ്ച, സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് അസീസ് ചക്രവർത്തി. ആ കണ്ട കാഴ്ച തഫ്സീറിൽ കാണാം. അലാ സരീരിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ സിംഹാസനത്തിലിരിക്കുന്നു. അലൈഹി താജും മിൻ ദഹബിൻ, തലയിൽ അണിഞ്ഞ കിരീടം സ്വർണത്തിന്റെ കിരീടമാണ്. അലൈഹി ഖലായിദു മിൻ ദഹബിൻ, തങ്കത്തരി വളകൾ, സ്വർണത്തിന്റെ വളകൾ അണിഞ്ഞുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. എന്നാ നമുക്കും കുറച്ചൊക്കെ ആകാലോ? പറ്റൂല. ഈ സമുദായത്തിന് മാത്രം സ്വർണ്ണ ഹറാമാക്കിയത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിലെ ആണുങ്ങൾക്ക് സ്വർണ്ണ അലൗഡ, ഹലാലായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിലെ സത്യവിശ്വാസികൾക്കും പുരുഷന്മാർക്കും സ്വർണ്ണ അനുവദിച്ചിരുന്നു. ലോക ചരിത്രത്തിൽ സ്വർണം നിഷിദ്ധമാക്കപ്പെട്ട സമൂഹം ആണുങ്ങള് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രാണ്. സ്വർണത്തിന്റെ സിംഹാസനത്തിൽ സ്വർണത്തിന്റെ കിരീടണിഞ്ഞിട്ട് തങ്കത്തരിവളകൾ അണിഞ്ഞിരിക്കുന്ന ഈ ചക്രവർത്തിയെ ഇക്കമാര് കണ്ടു. ഇക്കമാർക്ക് മനസ്സിലായില്ല അത് കൊച്ചനുജൻ യൂസുഫാന്ന് മനസ്സിലായില്ല അലൈഹിസ്സലാം. അവരവിടെ നിന്ന് ചൂളി നിന്നിട്ട് അപേക്ഷിക്കുന്ന അപേക്ഷ സൂറത്ത് യൂസുഫിൽ കാണാം.
قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا. അല്ലയോ പ്രഭു, കൊച്ചനുജനാണെന്ന് മനസ്സിലായില്ല. യൂസുഫ് നബിക്ക് തിരിച്ചറിഞ്ഞു ഇക്കമാരാണെന്ന്. യാ അയ്യുഹൽ അസീസ്, അല്ലയോ പ്രഭു, മസ്സനാ വ അഹ്ലനൽ ളുർ, ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും പട്ടിണിയും പ്രാരാബ്ധവും ബാധിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ റേഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വജിഇനാ ബിബിളാഅത്തിൻ മുസ്ജാത്തിൻ, എടുക്കാത്ത മാർക്കറ്റിൽ മൂല്യവും വിലയില്ലാത്ത വിലയും കൊണ്ട് നാണയം കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഒട്ടും മൂല്യമില്ലാത്ത പൈസയും കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് അളന്നു തരുന്നിടത്ത് ഒട്ടും കുറവ് വരുത്തരുതേ. വീട്ടിലൊക്കെ പട്ടിണിയാണേ, മര്യാദക്ക് അളന്നു തരണേ. വതസദ്ദഖ് അലൈന, ഞങ്ങളോട് ഔദാര്യം കാണിക്കണേ. ഇങ്ങനെയൊക്കെ ആ സ്വർണ്ണ അണിഞ്ഞുകൊണ്ട് ആ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിച്ചപ്പോഴും യൂസുഫ് നബിയുടെ മനസ്സെന്തായിരുന്നു? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായിരുന്നു മനസ്സ്? ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സ് അങ്ങനെയായിരുന്നു. ആ മനസ്സോടെ ബെൻസിലോടാ, ആ മനസ്സോടെ നല്ല വീട്ടിൽ കിടന്നുറങ്ങാ, ആ മനസ്സോടെ നല്ല സൗകര്യങ്ങൾ ആസ്വദിക്കാ. എന്തായിരുന്നു മനസ്സ്? അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർള്, എന്റെ അധികാരവും എന്റെ ലോകവും മാത്രമല്ല, ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചങ്ങളെ മുൻ പ്ലാൻ ഇല്ലാതെ പടച്ച് പരിപാലിക്കുന്ന പടച്ചോനെ അല്ലാ, സംരക്ഷകനായ അല്ലാഹുവേ, അന്ത വലിയ ഫിദ്ദുനിയാ വൽ ആഖിറ, നീയാണ് ഇവിടെ അവിടെ എവിടെയും എന്റെ സംരക്ഷകൻ. എന്നെ മുസ്ലിമായി മരിപ്പിച്ച് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. ഇതാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മനസ്സ്. നമ്മുടെ ഇമാമിയങ്ങളൊക്കെ ഉന്നത ജീവിതം നയിച്ചിട്ടുണ്ട്. ഇമാമുൽ ആളം അബൂ ഹനീഫ റഹിമഹുല്ലാ സ്വന്തമായി ശർക്കര ഫാക്ടറി ഉള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു ഇമാം അബൂ ഹനീഫ തങ്ങൾ. 400 ദിർഹം വിലയുള്ള കുപ്പായം കമീസ് അണിഞ്ഞിരുന്നു. 400 ദിർഹം എത്ര വില ഉണ്ടാവും? ഇപ്പൊ ഇന്ന് ദിർഹമിന് എത്ര വില? UAE ദിർഹമിന് 400 ദിർഹം ഉണ്ടെങ്കിൽ 10,000 ഇന്ത്യൻ രൂപയോളം ആവും. 10,000 രൂപയുടെ കുപ്പായെ മൂല്യത്തിലും ഒക്കെ മാറ്റം ഉണ്ടാവും. നല്ലൊരു ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. 10,000 രൂപയുടെ വസ്ത്രം അണിയാം, കുഴപ്പമില്ല. ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ മേത്തരം കുതിരകൾ എത്രയോ ആലയിലുണ്ടായിരുന്നു. അത് വന്നിട്ട് ഇമാം ഷാഫി തങ്ങള് ആശ്ചര്യത്തോടെ കണ്ടു നിന്ന ചരിത്രമൊക്കെ ഉണ്ട്. ഔലിയാക്കളിൽപ്പെട്ട അബുൽ ഹസൻ ഷാദിലി റഹിമഹുല്ലാ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല ഫുഡ്. ആളുകൾ വന്ന് ചോദിച്ചു, നിങ്ങൾ വലിയ ഔലിയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെയാണോ ജീവിക്കേണ്ടത്? എന്താ അവിടുന്ന് പറഞ്ഞത്? ഇന്ന റബ്ബി ഗനിയുൻ, എന്റെ പടച്ചോൻ മുതലാളിയാ, എന്റെ റബ്ബ് മുതലാളിയാ. ഖദ് അഅ്താനി റബ്ബി, ആ മുതലാളിയായ റബ്ബ് എനിക്ക് ഇതൊക്കെ തന്നു, ഞാൻ ഉപയോഗിക്കുന്നു. ഇൻകാന റബ്ബുക ഫഖീറ കുൻ ഫഖീറ, നിന്റെ റബ്ബ് ദരിദ്രവാസിയാണെങ്കിൽ നീ ദരിദ്രനായിട്ടാണ് ജീവിച്ചോ, അതിനൊന്നും പറയല്ല. ചുരുക്കി പറഞ്ഞാല് സൗകര്യം സമ്പത്തൊക്കെ ഉള്ള ആളുകൾക്ക് അള്ളാഹുവിനെ മറക്കാതെ, ദൂർത്തടിക്കാതെ, പിശുക്കി വെക്കാതെ പടച്ചോനെ ഓർത്തും കൊണ്ട് ജീവിച്ചാൽ അള്ളാഹ്ക്ക് അത് ഇഷ്ടാണ്. പിശുക്കിയാലും ദൂർത്തടിച്ചാലും ചെകുത്താന്റെ സന്തതികളും കൂട്ടുകാരും വക്താക്കളുമായി മാറുകയും ആ ധനം കൊണ്ട് ഈ ലോകത്ത് തന്നെ അപമാനവും ക്ലേശവും പ്രയാസവും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടി വരും. പരലോകത്തിന് അത് കണക്ക് ബോധിപ്പിക്കുകയും വേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ധനം, പരീക്ഷണമായി ഏൽപ്പിച്ച ധനം അവൻ കൽപ്പിച്ച വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. റമളാൻ ചിന്തകളുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് അടുത്തയാഴ്ച നമുക്ക് സംസാരിച്ച് തുടങ്ങാം ഇൻഷാ അല്ലാഹ്.